ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം മുമ്പേ ആയിരുന്നു നമ്മുടെ ന്യൂസ് കേട്ടത്. ജിജി മറിയ പിന്നെ മാരിയോ ജോസഫ് ഇവർ രണ്ടുപേരും ഒരു കപ്പിൾസാണ്, ട്രൂ കപ്പിൾസ്. ഇവരുടെ മേജർ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു റിട്രീറ്റ് സെൻറ്റർ പോലെ ഫിലോക്കേലിയ പോലത്തെ ഫൗണ്ടേഷൻ ഇവർ ഉണ്ടാക്കിയിട്ട് മോസ്റ്റ്ലി ഇവർ റിസോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ ഫാമിലി ഡിസ്പ്യൂട്ട്സാണ്. എക്സ്പെഷ്യലി എന്ന് പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഒരു മോട്ടിവേഷൻ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കപ്പിൾസിന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് ലൈഫ് ഒരു ഡിവൈനായിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ആണുങ്ങളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പുള്ളിക്കാരത്തെയും പിന്നെ പുള്ളിക്കാരത്തിയുടെ ഭർത്താവും ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം റീസെൻ്റായിട്ട് ഒരു ന്യൂസ് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഈ മാരിയോ ജോസ് എന്ന് പറയുന്ന സുലൈമാൻ എന്ന ഒരു വ്യക്തി പുള്ളിക്കാരൻ്റെ ഭാര്യേനെ സെറ്റപ്പ് ബോക്സ് വെച്ചിട്ട് തലക്കിട്ടടിച്ചു പിന്നെ ഫോൺ വലിച്ചെറിഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാര്യേനെ കൈയിൻ്റെ അവിടെ കടിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ കണ്ടിട്ട് തന്നെ ഈ വീഡിയോ നമ്മുടെ ജിജി മരിയനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു വീഡിയോ. അത് കഴിഞ്ഞിട്ട് പറയാൻ നമ്മുടെ മാരിയോ ജോസഫ് ഒരു എക്സ്പ്ലനേഷൻ ആട്ടോ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. പുള്ളിക്കാരനാരുടെ അടുത്ത് ആരോ പറഞ്ഞെന്ന് പറഞ്ഞു ഈ ജിജി മരിയ പിന്നെ ഏതോ ഒരു വ്യക്തിയായിട്ട് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് അടുപ്പം കാണിക്കുന്നുണ്ട്. കാര്യങ്ങൾ പുള്ളിക്കാരൻ തന്നെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിതൊന്ന് കേട്ട് നോക്കാം. ഫിലോ കാലിയ ഫൗണ്ടേഷനിലേക്ക് ഒട്ടനവധി ഫണ്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പല ആളുകൾ നൽകിയ ഫണ്ടാണ്. ഈ സ്വത്ത് കൂടുതലായപ്പോഴുള്ള തർക്കമാണോ എന്ന് സംശയിക്കേണ്ടായി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ ഒരാൾ വില്ലനായി വരുന്നു. അദ്ദേഹത്തെ വെച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഭർത്താവ് പറയുന്നത്. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ഭാര്യയും മക്കളും പറയുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭാര്യയെ മർദ്ദിച്ചതിന് ശേഷം ഭാര്യ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും ബ്ലഡ് ഒഴുകി വരുന്നത് വരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളൊന്നും ആർക്കും ലഭിച്ചിട്ടില്ല. ഈ ദൃശ്യങ്ങളൊന്നും പ്രേക്ഷകർ കാണണം. ഇതിനിടയിൽ ഈ മർദ്ദനത്തിന് മുമ്പ് തന്നെ ഇവരെ ഒരു ഒത്തുതീർപ്പാക്കാൻ സ്വന്തം മകൾ കരഞ്ഞ് യാചിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. എന്തിനാണ് അച്ഛൻ ഇങ്ങനെ മാറുന്നത്? അച്ഛനാണ് എൻ്റെ എല്ലാം എന്ന് ഞാൻ പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് അച്ഛൻ പറയുന്ന വാക്ക് ആ മകളെ എത്രമാത്രം വേദനിപ്പിച്ചു. ഈ ഓഡിയോ ക്ലിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് കൂടുതലൊന്നും പറയില്ല, ഇതെല്ലാം സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞതാണ്. ഈ എക്സ്ക്ലൂസീവായി ലഭിച്ച ആ വീഡിയോയും ഓഡിയോയും പ്രേക്ഷകരിലേക്ക് മുമ്പിലേക്ക് ഇടുകയാണ്. ഇന്ന് പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. അമ്മ, ആർ യു ഓക്കെ വിത്ത് ദിസ്? അജ്മലിനെ മാത്രം പുറത്താക്കിയിട്ട് അമ്മേനെ ഒന്ന് കേട്ടാൻ പറ്റുമോ? അജ്മൽ പോട്ടെ, പക്ഷെ അജ്മലിനെ പുറത്താക്കണം. അത് നമുക്ക് തരൂല. നിന്നെ കയറ്റിട്ടോ, നിന്നെ കയറ്റിട്ട് അമ്മ വരാം. പിന്നെ ഫുൾ ഫാമിലി ആയിരിക്കും. എനിക്ക് അധികാരം വേണ്ട. എനിക്ക് അടോണ കയറിയാൽ മതി. എനിക്ക് അധികാരം വേണ്ട. ഒന്നുമില്ല, ചാച്ചി 10,000 രൂപ ഇട്ടിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇതിന് ഇപ്പൊ പറയുന്നുണ്ട അമ്മയുടെ അമ്മയോട് ഞാൻ മിണ്ടട്ടെ. ഐ ആം ബെഗിങ്. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. എന്റെ പൊന്നോ, പ്ലീസ്. കൊറേ ചാച്ചയും അമ്മയും എന്നെ ജോക്കർ ആക്കുന്നു. നിയമമുണ്ട്, മറ്റേതാ മറിച്ചതാ പറ്റില്ല എന്നൊക്കെ. ക്ലിയർ കട്ട് റീസൺ യു ഗിവ് മീ നൗ. What is the name? What is share? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ? അത് വാശി. മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ നാണയാണല്ലോ. I am your doctor. Why are you lying to me? Why are you making me like a fool? ഇത്രയും നേരം
I won't do that Why? until she becomes member. Please, Avashi, Amma, please, Amma, mindadirikka, please. Chacha, please, listen. Avashi, onnu maattu, please, No, Chacha. no. Why, Avashi, why this? It's better you kill me than that. Please, No. please. I Avashi, said onnu maattu. no. Please. No means Please, no. I am this male gets and I am so- male chauvinist. Please, Chacha, please. I go for your family, for your daughter. No. For your family. This is better for me to your die daughter. in front of that Please. prostitute. Ego onnu maattu, please, Chacha, why? I said no. Why? I said no. Bobby, ego even if you benda. die, I don't care. For this, remember that. This is my final word in the name of Jesus. I will not remove Ajmal until she gets in. No point of talking that. You all die, no issue for me. Even I will die, no issue. But it is impossible to remove Ajmal until she gets in. You lost me yesterday. No problem. I told you that first only. You don't need to talk regarding this. This is my male ego. This is male ego. If you touch that, I don't care. Chacha, you are not my father. Yes. I will never call you father. Do whatever you want. You call me bastard, I don't care. You call me bastard, I don't care. Don't you dare come in front of my face. I am You have not no doing that. right to be called a father. You are a bloody cheap, mean, chauvinist. അയാൾ എന്റെ അപ്പനല്ല അയാൾ എന്റെ ജീവിതത്തിൽ വേണ്ട അമ്മ പോ. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചു ഐ ഡോണ്ട് കെയർ എന്റെ ഭാഗം കഴിഞ്ഞു The moment I know that you are not there, I will not be there. Over. Good, very good. And for this silly thing only, you have this ego, no? Upper ego went, ego in the air. Upper no ego. For you, your ego, your husband, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I love you the most. You are everything like this. You used me, your daughter, who trusted you blindly in everything. You broke my trust. You failed as a father. നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം വരാൻ No, ഈ കാര്യത്തിൽ മാറ്റമല്ല. As a father, you have failed. ഞാൻ And father yet, ആയി. you are still I'm shamelessly sitting and talking like this. God will. You say God is there with you. It is not God. It is devil who is guiding you. It is the devil. Maybe I am the Yeah, you are devil. Yeah. And you have no right to become the father. And don't you I dare ever Don't put call your me face in father. front of me. You are standing in front of me. Who asked you to stand here? It's a house I will. ഞാൻ ഇറങ്ങി പൊക്കോളാം ഞാൻ ചാച്ചയുടെ വീട്ടിൽ പോയി നിന്നോളാം Your house no, I shouldn't stay no. This is also Mama's house. പകുതി അമ്മയുടെയും കൂടിയാ. Stay with her. Over. You have no idea how much this hurts me. I have the idea. With a pure conscience I am talking. Because your ego is that I must remove the Ajmal. It is not possible. That is not my Because ego. your father, That is my your wish. father has a wish, and you must obey the father. Not the father obeys the daughter always. Remember that. ഈ ലൈഫിൽ ഒറ്റൊരു കാര്യം ഞാൻ കെഞ്ചി ചോദിച്ചു. No, you ask everything and I give everything. In this matter, no change. That's all. You ask me anything else, I will do now. You are going to get a reward from God. Enough. എന്തോ ആയിക്കോട്ടെ എന്റെ കൊച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ മിണ്ടിയില്ല എന്റെ കൊച്ച മരിച്ചാലും എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ആ കുണ്ടൻ ഹോമോസെക്സ് അവനെയാ വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇവര് വേണ്ട നീ ചത്തോ നിങ്ങൾ 3 പേരും ചത്തോ എന്ന് പറഞ്ഞു ഇതിലും വലിയ ഞാൻ മിണ്ടിയില്ല He is not worth your idea. അമ്മേ കുറെ നാളായി He is not മിണ്ടാതിരുന്നിട്ട് worthy. That is why he is alone, all alone his life. എവിടെ പോയാലും ആളെ reject ചെയ്ത് because of his stupid egoistic character. എന്നിട്ടും അതറിഞ്ഞിട്ടും his daughter, his wife stood by his side and still he dejected them. You will be dejected wherever you go. One day Ajmal and Vash will turn against you. You will regret. You will come crying. I won't come. I will die
Even if you die, I wouldn't ever come to your funeral. വേറെ ആരെങ്കിലും പതിക്കും. ഞാൻ വരത്തില്ല പതയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം മോളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന കേട്ടോ. സ്വന്തം മോള് സ്വന്തം നായിന്റെ മോളെ ഞാനാ. Why you are so adamant? I'm not so adamant about leaving Ajmal. ഇത്ര കൊച്ച ഒറ്റ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞ അവന് വിടില്ല. No. നീ വിടുന്നു. ഞാൻ അത് കൊണ്ടല്ല ഒച്ച വെക്കുന്നത്. How dare you? As a father, you still didn't understand my pain. ഞാൻ ഒച്ച വെക്കുന്നത്. You said നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അജ്മലിനെ വിടൂല. That was the only thing. That was the only thing. അടുത്ത കപ്പര. നീ ചത്താലും എനിക്ക് കുഴപ്പമില്ല. അതല്ല ഒച്ച വെക്കുന്നത്. അജ്മലിനെ കേൾക്കാത്തതുകൊണ്ടല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെക്കാളും വലുതാ അജ്മല, എന്നെക്കാളും ചാച്ചനിരിക്കും എൻ്റെ ഞാൻ നാണം കെട്ടപ്പോലും ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്ട് യു. എൻ്റെ ആസ് എ വുമൻ എൻ്റെ മോശമായി ചിത്രീകരിച്ച് എന്നെ നാണം കെടുത്താൽ ഇഫ് ഇറ്റ് ഇസ് ടു പ്രൊട്ടക്ട് യു ഐ വിൽ. എൻ്റെ ഈഗോ എനിക്കില്ല ഫോർ യു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന എന്നെ നീ ചത്താലും കുഴപ്പമില്ലടി. എനിക്ക് എൻ്റെ ഈഗോയാ വലുത്. എനിക്കെൻ്റെ ഈഗോയാ വലുതെന്ന് പറഞ്ഞപ്പോ എൻ്റെ എല്ലാം തകർത്തു. ഞാൻ അവിടെ ഷിജിനോട് എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറഞ്ഞു എനിക്ക് എൻ്റെ ചാച്ചയാ വലുത്. ഞാൻ എൻ്റെ ചാച്ചയായിട്ട് ക്ലോസ്. ചാച്ച കാരണം ഞാൻ വീഡിയോ ഇടുന്നു. എല്ലാം ചാച്ച ഇസ് മൈ ഹീറോ. ചാച്ച തകർന്ന ഞാൻ തകരും. ചാച്ച ഹാപ്പിയാ ഞാൻ ഹാപ്പി. ഐ വിൽ ഡു എനിത്തിങ് ടു പ്രൊട്ടക്ട് ഹിം, ടു സേവ് ഹിം ഫ്രം എവരിതിങ്. ബട്ട് യു ലുക്ക്ഡ് അറ്റ് മൈ ഫേസ്. After trusting you, I am ready to sacrifice myself for you. ഇത്രയും കഷ്ടപ്പെട്ടത് for you, not for me. And you said, ഈ ചത്താലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഈഗോയാ പിന്നെ, എനിക്ക് എൻ്റെ അജ്മലാ പിന്നെ. I became ആരുമില്ല. Oh, the only person I loved and trusted with all my heart. എല്ലായിടത്തും മറിയത്തിനെ എത്ര നല്ല പോലെ സ്നേഹിച്ച് നോക്കി. She broke my trust. അവിടെ എല്ലാവരും എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെ വന്നാലും ഞാൻ ചാച്ചയുടെ കൂടെ നിന്നു. ഈവൻ when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും I stood your side. ഞാൻ ഒന്നും പറഞ്ഞില്ല against you. ചാച്ച അമ്മയ്ക്കെതിരെ എന്തൊക്കെ പറഞ്ഞു ഞാൻ എത്ര സപ്പോർട്ട് ചെയ്തു നിന്നു. I was there for you. I knew you were wrong, but you haven't leave me and I haven't leave you. I stood by your side. എന്തും ചെയ്യാൻ തയ്യാർ. Even I was ready to die for you, but you just said I don't need a daughter like you. You go and die. My ego is big. I was a fool. 20 years of my life, the person who I saw as my role model, as my hero, as my all in all, as my everything, you go die. I don't care. Go. I don't ever die. I lost my life. I'm insane. You are not my dad. I don't know who you are and why you are, what your motive is, but you lost my dad. You have killed my dad. My dad has died, and I wish if he would come back to me, be by my side and say, don't worry, Muthe, I am here for you. എന്ന് നടന്നാലും ഞാൻ കൈവിടില്ല. ഞാൻ നിനക്ക് ഉണ്ടാവും എപ്പോഴും. എന്തിന് ഈ ലോകം എനിക്ക് എതിർത്ത് നിന്നാലും ഞാൻ എൻ്റെ കൂടെ നിൽക്കുവേണ്ടി. എൻ്റെ മുത്തേ എന്ന് പറയുന്നവർ അപ്പനെ ഞാൻ സ്നേഹിച്ചുള്ളൂ. അതുപോലെയായിരുന്നു ഞാൻ. ഈ ലോകം എതിർത്ത് നിന്നാലും എൻ്റെ ചാച്ചയ്ക്ക് ഞാനുണ്ട്. Even if he is തെറ്റ് പറഞ്ഞാലും, even if he is the culprit, even if he is wrong, I would be his side. But yet he said ഞാൻ ചത്താനൊക്കെ കുഴപ്പമില്ല. മരിച്ച ഒരാൾക്ക് കുഴപ്പമില്ല. ആൾക്കാർ ഈഗോ അജ്മൽ അതുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. അല്ലാതെ അജ്മലിനെ വിടില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ റിയാക്ട് ചെയ്തത്. ദാറ്റ് ഈസ് യുവർ വിഷ്. എൻ്റെ ഇത്ര വിഷ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ കയറാം, ബട്ട് അജ്മലിനെ വിട്ടിട്ട് ബിക്കോസ് ഷീ ഈസ് യുവർ വൈഫ് ആൻഡ് ഷീ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യു ഷുഡൻറ്റ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹർ. യു ഷുഡ് ഫീൽ ലൈക്ക് യു ഫെയിൽഡ് ആസ് എ ഫാദർ. എല്ലാവരുടെ മുന്നിൽ വലിയ ഹീറോ ആയി നിന്നിട്ട് കാര്യമില്ല. If you are nothing in front of you. I'm going to quit here. Don't worry. Within few days, you all will have no distinction. Over. Marriage life is over. Few days. No need, no blackmailing. ഇത് 21 വർഷം ഞാൻ കേൾക്കുന്നു. Please wait and see. ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നു. Be bold. ചിലപ്പോ പോകാനാണ് ദൈവം തീരുമാനിച്ചെങ്കിൽ പോകും.
നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മാക്സിമം ചെയ്തു, നമ്മൾ കോംപ്രമൈസ് വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ മെയിൽ ഷോവിനിസ്റ്റ് ആണ്, ഞാനത് കാണിക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. You don't know what a man, a true man is. 20 years ഇവളുടെ മുമ്പിൽ ഞാൻ തോറ്റിട്ടുള്ളൂ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജയിച്ചാൽ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ ജയിച്ചാൽ No, you don't love me. You don't love me. No, you are a liar. Yes, you are torturing me. You don't love me. You don't love me. You are not. ഇവളെ വെച്ചിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. If you truly love me, Chacha's ego is never big for you. Love will ഒരിക്കലും ego ഇല്ല. You don't love me. എനിക്ക് മാത്രമല്ല. ഈ കാര്യത്തിന് പറ്റില്ല. This is so humiliating for her and I know how humiliating it would be. ഞാൻ അമ്മയുടെ സ്ഥാനത്തായിരുന്നു, I would have left you. She is not, because she loves you. കോമഡിയാണ് ഈ വർഷത്തെ. മക്കളെ, ആള് വേറൊരു ലുക്ക് പറഞ്ഞിട്ട് കയറത്തില്ല. അയാൾ നിങ്ങൾക്ക് അറിയത്തില്ല മക്കളെ, ശരിക്കും വേറെ ഫേസാ. വീട് പൊന്നോ, നമുക്ക് വീണ്ടും ഊണ്ട് കൂടും. വീണ്ടും കൂടും പൊന്നോ. അവരെ രണ്ടുപേരും കളഞ്ഞിട്ട് ഞാൻ അജ്മലിനെ കളയില്ല, അമ്മ കയറി അജ്മലിനെ കളയും. അത് പ്രോമിസ് ആണ്. അത് ചതിയ മക്കളെ, അമ്മനെ ചതിക്കും. ഇല്ല വേണ്ട. ഇല്ല മന്ന, ഇല്ല പറ, ചതിയെ പറ. അമ്മ അവന്റെ മുന്നിൽ ഒരു ടേബിളിൽ നമ്മൾ എനിക്ക് ചാവി തോർന്നതാ വണ്ടി, എനിക്ക് ചാവി. അങ്ങനെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യണ്ട, കഴിഞ്ഞു. ഇതാണ് സംഭവം. നമ്മളൊന്ന് ആലോചിക്കണം. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒത്തിരി ഫാമിലിയുണ്ട്. ഇവരുടെ മോട്ടിവേഷണൽ ബന്ധങ്ങൾ അടർന്നു പോയപ്പോൾ കൂടിച്ചേർന്നവരുണ്ട്. ഇവർക്ക് സംഭവിച്ച സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. സമൂഹ മാധ്യമങ്ങൾ വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയും ഈ ഓഡിയോയും ഉൾപ്പെടെ തരുന്നത്. ഇതിപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഭാര്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം സത്യസന്ധമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആ മക്കളുടെ ആ മകൾ പറയുന്ന ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. എന്തായാലും ഇത് എന്താണെന്നുള്ള യാഥാർത്ഥ്യമായ സംഭവങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതായി പോലീസുണ്ട്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം മോട്ടിവേഷൻ ചെയ്യുന്നവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വേണം ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകേണ്ടത്. ഇതിപ്പോൾ വർഗീയതയിലേക്ക് പോകുന്നു, ജിഹാദാക്കി പോകുന്നു. ആ രീതിക്ക് യൂട്യൂബ്, ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട്. അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ്, സുലോചന എന്ന് പറയുന്ന ഒരു വൃദ്ധ, അവരുടെ മോള്, ഭർത്താവിന്റെ മോൾക്ക് 2 കുഞ്ഞുങ്ങൾ, ഇവർ ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു. ഞാൻ അജുവിനെ ഏൽപ്പിച്ചു. ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ്. മോനെ, നീ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണെന്ന് അന്വേഷിക്കും, നമുക്കൊരു വീട് പണി കൊടുക്കാം. ഒരാളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അപ്രേം കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു. അജു ആണെന്ന് എൻ്റെ അടുത്ത് പറയുന്നത്, ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു, ആളുകൾ അറിയാം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൂടെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഈ പാവം അജു ആണ് ട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയോലോസും നെറ്റിൽ നിന്ന് പരതിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി. അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ എൻ്റെ ഭാര്യയുടെ അപ്പൻ, അമ്മ കംപ്ലീറ്റ് എതിർത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് സത്യം, ഓർമ്മയുണ്ടല്ലോ. അപ്പം കാരണം അവർ പറഞ്ഞത് ഡ്രൈവറിനെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് മെമ്പർ ആക്കുന്നതെന്ന് ചോദിച്ചാണ് വഴക്കുണ്ടാക്കിയത്. പിന്നെ ഞാനും ഇവനോട് പറഞ്ഞു സോറി ചെയ്താൽ. ഇവൻ ഒരുപാട് തെറി വിളിക്കുകയും വഴക്ക് പറയുകയൊക്കെ അന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ജനം അറിയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അജു. ഇനി സുലേഖയും അതുപോലെ തന്നെ ദേവസ്യ ആന്റണി മാഷും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരെങ്ങനെയാണ് വന്നതെന്ന്. ഇവർക്കെന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു 10-15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാമെന്നും പറഞ്ഞ് 15 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. മൈക്ക് മാഷിന് കൊടുക്കും. മാഷ് അത് പറയട്ടെ. വാങ്ങിയതല്ലേ മാഷ? പൈസ വാങ്ങിയതാണ്. അത് വാങ്ങുമ്പോൾ പീലാർമുടിയിൽ ആദ്യമായിട്ട് സ്ഥലം, അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത്. പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പറ്റില്ല, ഞങ്ങളെ ട്രസ്റ്റ് മെമ്പറാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് അവിടെ സ്ഥലം വാങ്ങുന്നതും. ഞങ്ങൾ 4 പേര്, സുലേഖ, ഞാൻ, മാരിയോ, ജിജി, 4 പേര് അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം. പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ? എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് ചെയ്തു? മാരിയോ എനിക്ക് ആ പണം തിരിച്ചു തന്നു.
അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്നേരം തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, അത് എൻ്റെ കടപ്പാടാണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഞാന് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ട്രസ്റ്റ് ആകും, പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത്, വളരെ അടുത്ത, അതായത് എന്നെക്കാളധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോൻ എന്ന് പറയും, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തിട്ടു, പേരിന് ഒരാൾ മാത്രം. അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു. എൻ്റെ ഭാര്യയല്ലേ. മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ, അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരിക്കുന്നു. പെട്ടെന്ന് ഷോക്കായിപ്പോയി. ഞാൻ അജുനെ നോക്കി, എൻ്റെ കൂടെയുള്ളവരെല്ലാം തിരിച്ചു മറിച്ച് നോക്കി, ഇതെന്താ ഞാൻ പറയാത്ത കാര്യം വന്നതാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനുജത്തിയുണ്ട്, ഷീജ, ആലപ്പുഴയാണ് കെട്ടിച്ചത്. ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ്, ദുബൈയിലാണ്. സേവിച്ചൻ, ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ജിജിയോട് പറഞ്ഞു. രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി. പോട്ടെ, ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു, ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നന്മ ചെയ്തു. പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്കെന്നും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത്. 2023 അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് അവൻ മകനെ പോലെ. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി, അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, അവരൊന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല, ജിജിയും അനുസരിച്ചില്ല. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു? അതാണ് എന്നോട് ഈ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി, സന്തോഷിന് ഒറ്റ അടിയിൽ അവന്റെ ചെവി പൊട്ടി ചോര പുറത്തിട്ടല്ലേ ഒഴുകി. ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് MLC ആക്കി, കേസാക്കി. കൊരട്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോടെ പറഞ്ഞു, ബ്രദറെ, ഇത് പുറത്തിറങ്ങ നിങ്ങളുടെ ഫിലോക്കാലിയ പ്രസ്ഥാനം മുളയിലേ നുള്ളിപ്പോകും, ഇതെങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തുതീർക്കണം. അന്നുള്ള എല്ലാ പോലീസുകാരും യുനാനിമസ്ലി പറഞ്ഞു. ഒത്തുതീർപ്പാക്കാൻ ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അവൻ കസനാണല്ലോ, കളിക്കൂട്ടുകാരെ ഒന്നിച്ച് വളർന്നതാണ്. അവൻ പറഞ്ഞ 5 ലക്ഷം രൂപ തരണം. ജിജി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 5 ലക്ഷം രൂപ കൊടുക്കുക. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലില്ല. അവൾ പറഞ്ഞ് ട്രസ്റ്റിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ല, ട്രസ്റ്റിന് കൊടുക്കില്ല. നീ ഒരാളെ തല്ലി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ 50 രൂപ 100 രൂപ 1000 രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അന്ന് മാഷിദിനൊക്കെ സാക്ഷിയാണ് അല്ലെ? ഈ അടി ടീച്ചറെ പറഞ്ഞു 22-ൽ 23-ലായിരുന്നു. 22-ൽ. ഓക്കെ, സോറി കേട്ടോ, വർഷം മാറിപ്പോയി. അവർ പറയുന്നത് 22-ലാണ് സന്തോഷിന് ചോര വന്നതും എല്ലാം ഇവരെല്ലാം നമ്മുടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഈ 5 ലക്ഷം ഇവരെങ്ങനെ കൊടുത്തെന്നറിയോ? ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഒപ്പിട്ട്, ഒന്നല്ല 2 ചെക്കിൽ 2.5 ലക്ഷമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെല്ലാം തെളിവ് സഹിതം പിന്നീട് പുറത്തു വരുന്നതാണ്. ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം എന്റെ കള്ള സൈൻ ഇട്ടു. അതെങ്ങനെയാ കള്ള സൈൻ ഇട്ടതെന്ന്? ഇവർ കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല, അല്ലാതെ ഓഫീസിലിടുന്നത് കണ്ട ഒരാളുണ്ട്. ഇത് ഇവിടെ ഇരിപ്പുണ്ട്, മൈക്കൊന്ന് കൊടുത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്. ആ, കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ചെയ്തെന്ന്. വേറെ പേപ്പറിലുള്ള സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ സൈൻ ഒരു കല അവിടെ വീഴുമ്പോ അതിനകത്ത് കൂടെ സൈൻ ചെയ്യാണ്. ഞാൻ ചോദിച്ചു വന്ന് എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് ഇവർക്കൊക്കെ അറിയാം, കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. യെസ്, അന്നത്തെ അക്കൗണ്ടന്റ്. അങ്ങനെ കാശ് മറിച്ചപ്പോ ഞാനും ജിജിയും നല്ല വഴക്കായി. വഴക്കായി ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു. സത്യം പറഞ്ഞ മാഷിനും ടീച്ചറിനും അറിയാം, എനിക്ക് പറ്റിയില്ല. കാരണം ഇത് അവള് കള്ള ഒപ്പിട്ടതിനേക്കാളുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശെടുത്താണ് എന്നെ സങ്കല്പിച്ചത്. ഞാൻ എൻ്റെ ഭാര്യയാണ്, പറയാൻ പാടില്ല, ഞാൻ മറച്ചു വെച്ചു എൻ്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അത് ഞാൻ ചെയ്ത തെറ്റ്, സോറി. ഇത് കഴിഞ്ഞിട്ട് 2023 ആയപ്പോഴേക്കും ഞാനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ പോയാൽ പറ്റൂല, ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നത് പിന്നെ പറയാം, എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം. തടുക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റിനെ മോചിപ്പിക്കണം. അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ NGO കമ്പനി ആക്ടിൽ ചെയ്യണം. 1 രൂപ തൊട്ട് കളിക്കാൻ നടക്കാൻ പറ്റില്ല. ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്തായി പോകും, കമൻസിങ് നടക്കാതായി പോകും, അതിന് കംപ്ലയിൻസ് ആകും, സംഭവം പ്രശ്നമാകും. ഇതേ നടക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു.
അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര ബഹളം, പുറത്തുനിന്ന് ഒരാളെ എടുക്കാൻ പറ്റും. ഞാൻ അജ്മലിനെ മാഷിന്റെ പേര് തലകുത്തനെ പറഞ്ഞു. അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി, ഞാൻ, അവരുടെ അമ്മ. വീണ്ടും നോക്ക്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 1 വർഷം ഞാൻ ഈ NGO ആക്റ്റീവ് ആക്കാതെ മരവിപ്പിച്ചിട്ടു. കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യമില്ല, കുടുംബം തന്നെയാണ് വീണ്ടും കൈയിട്ട് വരുന്നത്. അവസാനം 1 വർഷം കഴിഞ്ഞത് കമൻസ് ചെയ്യാൻ ടൈമായപ്പോൾ വക്കീൽ പറഞ്ഞു എന്നാൽ ഇത് വൈൻഡപ്പ് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ 3 പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ വക്കീൽ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടൂല, അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും, അവരുടെ രാജി സ്വീകരിച്ച് അവരെ പുറത്താക്കിയിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള 2 പേരെ എടുക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞു പറ്റിച്ചതാണ് ട്രസ്റ്റിലെടുക്കാന്ന്, മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ് 15 ലക്ഷം രൂപ മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കേണ്ടതെന്നാണ്. ഇവരുടെ പേര് കൊടുത്തു, അത് രജിസ്റ്റർ ചെയ്തു. അന്ന് തുടങ്ങി ജിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയ വഴക്ക്. പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല, ആരോടും പറയാൻ പോയില്ല. കാരണം എൻ്റെ കുടുംബം നമ്മൾ മലനാടുന്ന ഉത്പാദനത്ത് പറഞ്ഞ പോലെയല്ലോ, കല്ലുകുത്തി നാട്ടിക്കുന്നത് എന്തിനാന്ന് വിചാരിച്ചു. എൻ്റെ മക്കള് 2 പെൺപിള്ളേരാണ്, വേണ്ടിയില്ല, അവർക്കൊക്കെ അറിയാൻ പറ്റില്ല. കഴിഞ്ഞ ഈസ്റ്റർ സമയം, ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ്. എൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് 4000-ലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 9 ബെഡ്റൂം ഉണ്ട്, 9-നും അറ്റാച്ച്ഡ് ബാത്റൂമാണ്, 2 നിലയിലും വലിയ ഹോളുണ്ട്, 2 വലിയ കിച്ചൺ ഉണ്ട്. അത് നാഷണൽ ഹൈവേ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, ഇതിനേക്കാൾ ഉപരി എയർപോർട്ട് 10-15 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എൻ്റെ കാഴ്ചപ്പാടിൽ 1.5 കോടി 2 കോടി രൂപ. ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ്. സ്വന്തം അനുജൻ, ഒറ്റ അനിയനുള്ളൂ സജോയ്. അവൻ കുവൈറ്റിലാണ്. അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് റിങ്കു. ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ്. ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, വെറുതെ വന്നിട്ടൊന്നുമല്ല കേട്ടോ. ഇവരെല്ലാം അങ്ങനെയാണ്. എന്തോ ആവട്ടെ, സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു, നീ അല്ലേ കാശ് മുടക്കിയത്? എങ്ങനെ അവൾ കാശ് മുടക്കിയെന്നുള്ളത് എൻ്റെ വേദന പറയാണ്, സോറി കേട്ടോ. ഈ വയനാട്ടിലെ പ്രൊജക്റ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം, ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ഭർത്താവ് പോകുന്നു, വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു, രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടൊക്കെ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ വേദന അറിയാം. അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക. എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടവകകളിലും നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസ്ജിദിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരൊക്കെ വന്ന് ഓരോ കാര്യം പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാതെ കാശ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി. അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല, കാരണം ഇതിന് FCRA ലൈസൻസ് ഇല്ല. അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ മാരിയോ ബ്രദറിന്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു. എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. മാനേജിങ് ട്രസ്റ്റിയാണ്, ഈ കുടുംബക്കാർ തീരുമാനിക്കും. മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി. അപ്പൻ്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് റിങ്കുവിൻ്റെ അക്കൗണ്ട്. ഇങ്ങനെ ഇവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്തിന് കാശ് സ്വീകരിച്ചു. അപ്പം ആരെയും സ്വീകരിച്ചില്ലെന്ന് ചോദ്യം വരും. ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു, അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു. അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2024 ED നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എൻ്റെ മുഴുവൻ അക്കൗണ്ട് പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചു വിരിച്ചിരുന്ന് കയ്യും തുറന്നിരുന്നിട്ട് എനിക്കിത് പറയാൻ പറ്റുന്നത്. അവൾ ഇങ്ങനെ ആ കാശ് ഉപയോഗിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1 കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട്, ഒരു 50 ലക്ഷം ബ്ലാക്കിൽ പോയി കാണും, ഒരു 10, 30, 40 ലക്ഷം അതിന്റെ ഫെയർ വാല്യൂ അങ്ങനെ എന്തോ കാണിച്ചിട്ട് സ്ഥലക്കച്ചവടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ നടക്കാറ്, നിങ്ങൾക്കറിയാം. ഇനി അവൾ ചെയ്ത് വേറൊരു ക്രൂരത, ഇതും അനിയന്റെ പേരിൽ വാങ്ങിയിട്ടിട്ട് ആ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചെന്നോ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ എംബ്ലം കൊണ്ടുവച്ചു. അല്ല ഇപ്പോഴും അവിടെ ഇല്ലേ? നിങ്ങൾ പറ. ജനം കണ്ട എന്ത് വിചാരിക്കും? പറഞ്ഞോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ പറയുന്ന ആരാന്നറിയാം, നമ്മുടെ സ്റ്റാഫാന്ന് ഓർക്കണം. അറിയുന്നത് അനിയന്റെ പേരിലാണ്. വെറുതെ അല്ല, മുഴുവൻ സ്റ്റാഫുകളും ഒറ്റ രാത്രി എന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഇവരെല്ലാം സ്റ്റാഫുകൾ, കുറച്ച് സ്റ്റാഫ് ഇപ്പൊ ഇവിടെ ഇല്ല. ബാക്കി സ്റ്റാഫ് ഒരാളുടെ ആരും മരിച്ചിട്ട് പോയി, വൈശാഖിന് അങ്ങനെ പറ്റി, അങ്ങനെ 3 സ്റ്റാഫ് ഇപ്പൊ ഇവിടെ 3-4 സ്റ്റാഫ് കുറവുണ്ട്. അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും ഇനി പോകുന്നത്. അവിടെ ഇപ്പോൾ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയും ജിജിയുടെ ഈ ബിൽഡിംഗ് വാങ്ങിയ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും അവിടെ പോയി. ഇനി അടുത്തത്, ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ 1 ദിവസം അവിടെ കയറി വരും. വരുമ്പോൾ കാലി കൈയോടെ വരും. കുറച്ചു നേരം ക്യാബിനിൽ ജിജിയോട് സംസാരിച്ച് ഇറങ്ങി പോകുമ്പോൾ ഒരു ചെറിയ കവർ കാണും, കുറച്ച് കാശ്. മാഷ് കണ്ടിട്ടുണ്ടോ? എന്താ ചിരിക്കുന്നത്? അല്ല, കണ്ടതല്ലേ, എല്ലാവരും കാണുന്ന കാര്യം.
എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി KSF-ൽ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പേരിൽ ചിട്ടി ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ചിട്ടിയുണ്ട് ഇതൊന്നും ഞാൻ പോയി തെളിവെടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, കുറെ ചിട്ടിയുണ്ട്. ഇതൊക്കെ ഇനി മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുക എന്നുള്ളത്. എനിക്ക് പറ്റുന്നില്ല. ഐ എം ഹെൽപ്ലെസ്. ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടിങ് വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ, തന്നെ ഞാൻ കുത്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറിയതും എന്റെ കയ്യിൽ കത്തി കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഇല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കാം, കണ്ടോ, കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്ന് പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത്, മദ്യലഹരിയിൽ ജിജി ഭർത്താവിനെ കുത്തി കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും, എല്ലാം തീർന്നു പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് കേസാക്കണ്ട എന്ന് പോലീസ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല, നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ചൊന്ന് ഇടിച്ചിട്ട് MLC ആക്കി കേസാക്കിക്കോളാം. ഞാൻ എൻ്റെ മക്കളെ ഓർത്തു, ഭാര്യ ഓർത്തു, ചെയ്തില്ല. മറിച്ച് ഞാൻ ചെയ്തതെന്നറിയും, ജിജിയെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവർക്ക് അയപ്പിച്ചു. ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ദേഹോപദ്രവം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനകത്ത് വീട്ടിൽ താമസിക്കില്ല, ആള് പിലാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക, ആ പ്രിമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു. വക്കീൽ നോട്ടീസ് വായിച്ചവർക്കൊക്കെ അതറിയാം, എല്ലാവർക്കും അതറിയാം. ഇത് കൊടുത്തിട്ടും ഇപ്പൊ സംഭവിച്ചത്, കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ജിതിയോട് പറഞ്ഞു, നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശ് എടുത്താൽ അത് നമ്മുടെ മക്കൾക്ക് ശാപമായിട്ട് മാറും, നമ്മളെല്ലാം തകർന്നു പോകും, എനിക്കത് പറ്റുന്നില്ലടാ. ഞാൻ ചാരി ഈറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറിയ സൂത്രം കാണിക്കുന്ന ട്രസ്റ്റുകാരെ തമാശയിൽ കളിയാക്കിയതിന് വേണ്ടി സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി തെറി കേട്ടവനാണ്. അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഞാനൊരു കംപ്ലൈൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സിൽ എന്ന് പറഞ്ഞു. കാര്യം ഈ വർഷം അവർക്ക് 4 ലക്ഷം രൂപ എന്തോ ടാക്സ് കെട്ടണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവള് വൈലൻ്റായി, പേരൻസും വൈലൻ്റായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞപ്പോൾ 2 കാറിൽ ഒരു 8 പേര് അവിടെ വന്നു. പക്ഷേ പറമ്പിൽ പണിക്കാരുള്ളതുകൊണ്ട് ഭായിമാരുള്ളതുകൊണ്ട് അവർ പോകാൻ ഇവർ പുറത്തു പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് ഇവർ ഇരച്ചിങ് വന്നു ആ വീട്ടിലേക്ക്. ഞാൻ തന്നെ നിന്നിട്ട്, അത് ഗ്ലാസ് ആണ് ഡോറ്, ഞാൻ അത് ഓടിപ്പോയി ക്ലോസ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് ക്ലോസർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടയില്ല, അതിങ്ങനെ പതുക്കെ അടയുള്ളൂ, ഓട്ടോ ക്ലോസർ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിജി വാതിലോട്ട് ഒറ്റ ചവിട്ടി വെച്ച് ഞാൻ തെറിച്ചു വീണ്. ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴേക്കും ഇവള് നേരെ എന്നെ കഴുത്തേക്ക് പിടിച്ചു, ഒറ്റപ്പെടുത്ത. അത് പിടിച്ചു എന്നുള്ളത് ജിജിയുടെ ഒരു അങ്കിള് തന്നെ നിന്നോട് പറയാൻ ഇടയായിട്ടുണ്ടല്ലേ, അതൊന്ന് കൊടുത്ത മൈക്ക് കൊടുത്തു. ജിജിയുടെ എന്നോട് മാഡത്തിന്റെ അങ്കിള് പറഞ്ഞിരുന്നു, കഴുത്തിന് ഞെക്കി പിടിച്ച് പൊക്കി മാരിയോയെ കഴുത്തിന്. ജിജിയുടെ അങ്കിൾ, അമ്മയുടെ ബ്രദറാണ് പറഞ്ഞത്. അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പോൾ സ്വാഭാവികമായും മരിച്ചു പോകുന്നുള്ള പേടിയിൽ ഞാൻ അവളുടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു. ഇതാണ് ഞാൻ ചെയ്ത തെറ്റ്. അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മരണപ്രാളത്തിലല്ലേ, അവളങ്ങ് വിട്ടു. ഞാൻ അടുത്ത ഡോറ് തുറന്ന് മേളിൽ പോയി, അത് അകത്ത് നിന്ന് കുത്തിയിട്ടു. പക്ഷെ ഇവള് ആ ഡോറിന് ഇടിച്ച് അത് പൊട്ടിച്ചു. എന്നിട്ട് ഇവള് 1ാം നിലയിലേക്ക് ഓടി. ഞാൻ 1ാം നിലയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയപ്പോൾ എന്താ, നിങ്ങളന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ്. ഇദ്ദേഹം നമ്മുടെ ഒരു പോത്തുവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽസിന്റെ വീട് പണി നടക്കുന്നുണ്ട്. അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന ഭേദം. അത് പിന്നെ പറയാം, ഇതൊന്ന് പറഞ്ഞു വെക്ക്. ഞാൻ അവിടെ 2 ആൾ തട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. തട്ട് വിളിക്കുന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവരെ കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ പോത്തുവാറ പോയി ട്രൈബൽസിൻ്റെ അവിടെ തിരിച്ചു വരുമ്പോൾ പീലാർമുഴി കൂടെ വന്നേ, ഇതിൽ കൂടെ കയറിയിട്ട് പോകാന്ന് വെച്ചു. അവിടെ കയറിയ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ഒരു കൊച്ചുകുട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ കയറി ചെല്ലുമ്പോൾ മേഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സിൽ അടിച്ചു ഏതാണ്ടൊക്കെ ഇതിപ്പോൾ കേൾക്കുന്ന ന്യൂസ്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. മേഡം ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ്സും ഇട്ട് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ച എടുക്കുന്ന കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സും ഇട്ട് വീണ്ടും ഇതിങ്ങനെ അടിച്ച് ഇതിനെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി. കാരണം വെച്ചാൽ അവരാ വെപ്രാളവും ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. അന്ന് 100-ൽ വിളിച്ച് പോലീസിൽ ഇവരെ കൊല്ലാൻ വരുന്നു കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാണ്. കാരണം ഇവർ കൊന്നു കളയുമായിരുന്നു. കാരണം ഇവരുടെ ഈ കള്ളത്തരം പുറത്തു പോയാൽ എന്താവും എന്നുള്ള ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇവരെല്ലാം എന്നോട് യുനാനിമസ്ലി പറയാറുണ്ട്, ബ്രദർ സൂക്ഷിക്കണം, ചിലപ്പം ജീവൻ അപായപ്പെടുത്തും. എല്ലാവരും പറയുന്ന കാര്യമാണ്.
ബ്രദർ സൂക്ഷിക്കണം, ജീവൻ വരെ അപായപ്പെടുത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറി വരെ താമസിച്ചെന്ന് ഓർക്കണേ. വിഷമമുണ്ട് പറയുന്നതിൽ. ജിജി ഒരു തികഞ്ഞ മദ്യപാനിയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുടിച്ചു. ഇവർക്കെല്ലാം അറിയാം. ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഇവര് ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു. കുറച്ചു മുമ്പ് എന്തായിരുന്നു? അയ്യോ, അവിടെ ബോട്ടിൽ കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ ബോക്സ് കണക്കിനാണ് ബോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതോ നല്ല വിദേശ മദ്യം വരെ, നല്ല വിദേശം, നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് പറക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവൾ ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന്, രണ്ട് പണം എന്ന അഹങ്കാരം, ഭയങ്കര ലാവിഷ. നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോ, മോഡിഫൈ ചെയ്ത് ജീവിക്കാൻ എന്തുമാത്രം കാശ് കളയുന്നുണ്ടെന്നുള്ളത്. സോറി കേട്ടോ, കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല. ഐ എം റിയലി ഹെൽപ്ലെസ്. പലരും പറയുന്നുണ്ട് പരസ്പരം ചെളിവാരി എറിയരുത്, നിങ്ങൾ കുറ്റം പറയല്ലേ, സോൾവ് ചെയ്യണേ. ഞാനൊരു കാര്യം പറയാം, എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ട്രസ്റ്റിൽ നിന്ന് ഇവർ കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിന്റെ കയ്യിലെത്തണം. പറ്റിയേ പറ്റും. ആ ബിൽഡിങ് വിറ്റ് അതിന്റെ കാശ് കൊണ്ട് 10-15 വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കണം. കാര്യം അത് നമ്മളുടെ വേർപ്പ. അങ്ങനെയൊന്നും എൻ്റെ മക്കളത് ആസ്വദിക്കുന്നത്, ജിജിയുടെ കുടുംബക്കാരും ആസ്വദിക്കും. അവർക്ക് അല്ലാതെ തന്നെ ഉണ്ടല്ലോ, പറ്റില്ല. ദാറ്റ്സ് ഓൾ. രണ്ടാമത്തെ എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ PKF, അതായത് കമ്പനി ആക്ടിലുള്ള ട്രസ്റ്റിന്ന് അജ്മലിനെയും മാഷിനെയും കളയണമെന്ന് ഇന്ന് രാവിലെയും ജിജി വോയിസ് ഇട്ടു. അവരെല്ലാം പുറത്താക്കി, ഇവരെല്ലാം കളയും, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഇന്ന് രാവിലെ വോയിസ്. എനിക്കത് പറ്റില്ല. മദ്യം നിർത്തുക, ഇവരെ ഒഴിവാക്കാതിരിക്കുക, കമ്പനി ആക്ടിലുള്ള അല്ലെങ്കിൽ MCA പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് മോണിറ്റൈസ് ചെയ്യുന്ന ആർക്കും കൈയിട്ട് വരാൻ പറ്റാത്ത ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുവരെയും തൽക്കാലം ട്രസ്റ്റ് കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിയാണ് ഇനി ബാക്കിയെല്ലാം പുറത്തേക്ക് വരിക. അതുകൊണ്ട് ഇതിനൊന്നും കൺക്ലൂഷൻ വരേണ്ടത് ഞാനല്ല, നിയമപാലകർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് ന്യായമായ വിധി നടത്തുന്നത് വരെ കാത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫിലോകാലിയ ചെയ്യുന്ന ഒരു പ്രോജക്റ്റും നമ്മൾ തടസ്സപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് 4-5 അക്കൗണ്ട് ഉണ്ട്, കുറേ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ഫിലോകാലിയ ഫൗണ്ടേഷന് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അത് SIB ചാലക്കുടിയാണ്. SIB അതിൽ ഡയറക്ടേഴ്സ് ഞങ്ങളാണ്, ഈ ഇരിക്കുന്ന ഞങ്ങളാണ്. ഇതിൽ ആർക്കും കാശിന് ആവശ്യമില്ല. അജ്മല, നിനക്ക് വല്ലതും ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കേണ്ട കാര്യമുണ്ടോ? സ്വന്തം ബിസിനസ് ഉണ്ട്. കേരള കാർസ് സത്യം പറഞ്ഞ എന്നെക്കാളും പണക്കാരനാണ്. ഇപ്പോൾ പേഴ്സണലി എന്നെക്കാളും പണക്കാരനാണ്. സത്യം, എന്റെ ഡ്രൈവറായി വന്നതാ. ഇതിപ്പോ ആന്റണി പെരുമാറിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് അവൻ ഒരു രൂപയുടെ ആവശ്യമില്ല. പിന്നെ മാഷിനും ടീച്ചർ അവരുടെ ഗവൺമെന്റ് പെൻഷൻ തന്നെ, കാരണം രണ്ടുപേരും ഗവൺമെന്റ് ഹെഡ് മാസ്റ്റേഴ്സ് റിട്ടയർഡ് ആയതാണ്. അതുകൊണ്ട് അവർക്കും ഒരു രൂപയുടെ ആവശ്യമില്ല. പിന്നെയും ചിലപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഞാൻ ഒഴിച്ചെന്ന് വരാം. അതിപ്പോഴേ ഞാൻ പറയാം, നല്ല ഭക്ഷണവും ഞാൻ കഴിച്ചെന്ന് വരും. അല്ല, ബിന്ദു നമ്മുടെ അക്കൗണ്ടന്റാണ് ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും വല്ല പെട്രോൾ ബില്ലും അല്ലാതെ എന്തെങ്കിലും എടുക്കാൻ വരുന്നുണ്ടോ? ഇവിടെ ഫിലോകാലിയയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാനും സുലേഖയും 50 പൈസ പോലും ഫിലോകാലിയിൽ നിന്ന് പറ്റിയിട്ടില്ല. എന്റെ വണ്ടി ഓടുന്നു, എന്റെ വണ്ടിക്ക് ഞാൻ ഡീസൽ അടിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. താമസിക്കുന്നത് മാരിയോയുടെ പേരിലുള്ള ഉറുമ്പുകുത്തുള്ള ഭവനത്തിലാണ്. അതിന് ഞാൻ വാടക കൊടുക്കുക. എന്നോട് മാരിയോ പറഞ്ഞ ഈ കേരളം മുഴുവനും മരുന്ന് കൊടുക്കാൻ കോവിഡ് കാലത്ത് പോയപ്പോൾ കേരളം മൊത്തം മരുന്ന് കൊടുക്കാൻ യാത്ര ചെയ്ത ഒരാളാണ്. അന്നും ഇനത്തിലോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിലോ 10 പൈസ വാങ്ങാത്തവരാണ് ഞാൻ സുരേഖ. സത്യസന്ധമായി പറയാം. പറയട്ടെ, അക്കൗണ്ടന്റ് പറയട്ടെ. 2 അക്കൗണ്ട് ഈ പോയ അക്കൗണ്ടന്റ് പറയണം. ഒരിക്കൽ പോലും 5 പൈസ പോലും മാരിയെ പലപ്പോഴും പറഞ്ഞിട്ട് മാഷിന്റെ കാറിനെങ്കിലും ഒന്നിട്ട് വേണമെങ്കിൽ വെണ്ണ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി. ഞങ്ങൾക്ക് ഇനി കിട്ടുന്ന പൈസ പരമാവധി ഞങ്ങൾ പൊതുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് മതി. പിന്നെ ഈ 25-ാം തീയതി, ഈ കഴിഞ്ഞ മാസം 25-ാം തീയതി മാരിയോയുടെ വീട്ടിലും പിന്നെ പിലാർമുടിയിൽ ജിജിയും സംഘവും പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവര് നേരെ അങ്ങനെ പരിക്ക് പറ്റിയെങ്കിൽ അവർ ആശുപത്രി പോകേണ്ടതിന് പകരം നേരെ 10, 18, 20 കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പൻകുന്നില് ഞാനും സുലേഖയും മാത്രം താമസിക്കുന്ന റോഡ് മോശമായതുകൊണ്ട് 3 മണിക്കൂർ എടുക്കും അവിടെ വന്നത്. ആ വന്നപ്പോൾ ഞാൻ സാധാരണ ജിജിയല്ലേ വരുന്നത്, വന്നു കയറിയിരിക്കാൻ പറഞ്ഞു. വന്നപ്പോൾ ജിജിയുടെ അനുജിത്തിയുടെ ഭർത്താവ്, അത് പൂനെയിലുള്ള അവരുടെ ഭർത്താവ്, പിന്നെ റിങ്കു, പിന്നെ ഇവര് ഒരു സംഘമാണ്, അഡോണ എന്ന് പറഞ്ഞ ഇവരുടെ മകള്, ഈ സംഘമാണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കയറിയിരുന്നു. വന്നതെ ഇരച്ചു പൊളിച്ച് ജിജിയുടെ അനുജിത്തിയാണ്. ചീത്ത എന്നെല്ലാം പറഞ്ഞാല് എന്തെല്ലാം പറഞ്ഞതെന്നറിയോ? അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കൈ നോക്കിട്ട് അടിക്കാൻ ചെന്നു. അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എൻ്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടിയുടെ കൊണ്ട്, അഡോണയെ കൊണ്ട്, ആ കുട്ടി ചെറിയ കുട്ടിയാണ്, പറഞ്ഞു കൊടുത്ത് പറയുകയായിരുന്നു, നിങ്ങളുടെ മകൻ ചത്തുപോയതല്ലേ, അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കുറേ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. ജിജിയും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്നും ഞാൻ മറുപടി പറയാം, എന്തെങ്കിലും പറയാണ്ട് ഓഫീസിൽ വെച്ച് പറയാം, അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് പറയാം, ഇവിടെ വെച്ച് നിങ്ങളൊന്നും സംസാരിക്കുന്നു. എന്നിട്ടും അവർ കണ്ടമാനം പറഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു.
മാഷിന്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ജിജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ്. അവിടെ CCTV ഇല്ല, ഞങ്ങളുടെ ഫോണിൽ നിന്നൊന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല. അവർ തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കും, ജിജിയും അഡോണയും മാത്രം സംസാരിക്കുന്നത് മാത്രം ഒരു ഭാഗം വീഡിയോ ഇട്ടിട്ട് കണ്ടോ വളരെ സമാധാനമായിട്ട്. എന്നിട്ട് അഡോണെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകണമെന്നൊക്കെ അതിനകത്ത് കുറച്ച് കാണുന്നുണ്ട്. അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ബലമായിട്ട് അഡോണ വളരെ അക്രമാസക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അതിനു മുമ്പ് ജിജിയുടെ അരിജിത്തി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ പൊങ്ങിക്കൊണ്ടുവന്ന ടീച്ചറിന്റെ മോദി ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ പൊങ്ങിക്കൊണ്ടുവന്ന് നീ എന്റെ നേരെ കൈ പൊങ്ങുകയാണോ എന്ന് മാത്രമേ ടീച്ചർ ചോദിച്ചുള്ളൂ. അതുപോലെ ഞങ്ങൾ അവർ തന്നെ കാണിച്ച വീഡിയോ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആ കസേരയിൽ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ജിജി എന്താ പറഞ്ഞത്, ജിജി എന്താ പറഞ്ഞത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിട്ട് വളരെയധികം അസത്യമായ ഇത്രയധികം നീതിക്ക് നിരക്കാത്തതില്ല എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് പറയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുത്തു. ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല. അവിടെ അന്നേരം ഓടി വന്ന് എനിക്കൊരു പരിവേഷം വന്നു, തലകറക്കം വന്നു. അപ്പോൾ ഓടി വന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു. അവൻ വന്നു പറഞ്ഞു മാഷെ വേഗം ആശുപത്രി പോകും. ടീച്ചറിനും ആയ സങ്കടം, എനിക്കാണെങ്കിൽ ഷുഗർ വളരെ കൂടുതലുണ്ട്, BP യുടെ പ്രശ്നമുണ്ട്. ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി. ഉടനെ ഓട്ടോറിക്ഷ കയറ്റി എന്നെ ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ച് ECG എടുത്ത് പറഞ്ഞ് BP കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ അവിടുന്ന് മരുന്ന് തന്നപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട, വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ എന്നിട്ട് എനിക്ക് ഇനിയും പേടിയായി, ഇനിയും ഇവർ വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. പരാതി പറഞ്ഞ് എനിക്ക് ഇനിയും ഒന്ന് എന്നെ ആക്രമിക്കരുത്, എനിക്ക് സംരക്ഷണം തന്നെ, ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണ്, ഞങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തലയിൽ വെക്കാണ്. അതിനാണ് ഞാൻ ഇതുവരെ ഇതൊന്നും വീഡിയോ ഇട്ട് പറയാനോ പുറത്ത് പറയാനൊന്നും അറിയാത്തതുകൊണ്ടല്ല. ഞങ്ങളായിട്ട് പിലോക്കാലേക്ക് ഒരു പേര് ദോഷം വരുത്തരുത്, നമ്മളായിട്ട് പിലോക്കാലേക്ക് ഒന്നും വരരുതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അത് മാഷ് മാത്രമല്ല, ഈ ഉള്ള എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോയി അവിടെ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാം എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടും കൂടിയാണ്. അതായത് ഫിലോക്കാലിയോട് എന്നോടെന്ന് പറയുന്നതിൽ അധികം ഈശോയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇവരെല്ലാം ഈശോയെ അറിഞ്ഞു വന്നവരാണ്. അതാണ് വ്യത്യാസം. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്ത് പറയാതിരുന്നത് എന്നുള്ളത്. ഏതാവട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി ജിജി കേസാക്കിയിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇവൾ എന്താ ചെയ്ത ചതി എന്ന് പറയണേ. ഇവള് ഒരു വലിയൊരു ലെറ്റർ പോലീസിന് എഴുതി, മാരിയോ എന്നെ തലക്കടിച്ചു, പൊട്ടിച്ചു, അറസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരു ജാമ്യമില്ല വകുപ്പൊക്കെ ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതി. എന്നിട്ട് ഇവള് പോലീസിനോട് പറഞ്ഞു കേസ് എടുക്കണ്ട, ഒരു കോംപ്രമൈസിന് ചേട്ടായിനെ വിളിച്ച് സ്റ്റേഷനിൽ സംസാരിപ്പിക്കാം. കോംപ്രമൈസ് ഇവളെ എഴുതി കൊടുത്തന്നെന്നറിയോ, മാഷിനെയും അജ്മലിനെയും കളയുക, PKF പിരിച്ചുവിടുക, എല്ലാവരെയും പുറത്താക്കുക, ജിജിയും ജിഡിയും കുടുംബക്കാരും മാത്രം നിൽക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ട്രസ്റ്റിൽ നിന്ന് മാരിയോ രാജിവെച്ച് പൊക്കൊള്ളുക, അത് കുടുംബത്തിന് മാത്രം വിട്ടുകൊടുക്കുക, ഇച്ചിരി സ്വത്തും സൗകര്യമൊക്കെ ഉള്ളതൊക്കെ വിട്ടുകൊടുക്കുക. ഞാൻ ചോദിച്ചപ്പോൾ മറുപടി വന്നതെന്നറിയോ, ഞാൻ ഏതെങ്കിലും ആശ്രമം പോയി ജീവിച്ചോളാം. ഞാൻ മറുപടി സോറി ടു സേ. അപ്പൊ ഈ രണ്ട് കോംപ്രമൈസിന് വിളിച്ചു. ഇതറിഞ്ഞ ഞാൻ അന്ന് നേരെ കൊരട്ടി സ്റ്റേഷൻ, അന്ന് അവിടുത്തെ SHO എന്നെ വിളിക്കുകയാണ് ചെയ്തത്, സോറി കേട്ടോ, ഒരു കോംപ്രമൈസിന് വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ അനീതിയാണ് അവിടെ നടക്കുന്നത്, ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്നോട് പറയാ, ഇല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ലേ പറയാൻ വരുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയല്ലേ പറയാൻ വരുന്നത്, എന്നെ അറസ്റ്റ് ചെയ്തോളൂ, എന്നെ റിമാൻഡ് ചെയ്തോളൂ, എന്നെ ജയിലിലിട്ടോളൂ, എന്നെങ്കിലും ഈ സത്യം ലോകം അറിയണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും അവർ കേസ് കൊടുത്തില്ല. എൻ്റെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ട് മാഷിന് സംഭവിച്ചതുപോലെ 30-ാം തീയതിയല്ലേ നമ്മൾ സ്റ്റേഷനിൽ പോയത് അല്ലേ, 30-ാം തീയതി ഞാനും ബൈജുവും എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടെ എൻ്റെ ജീവന് സംരക്ഷണം വേണം, കാരണം വക്കീൽ നോട്ടീസ് കൊടുത്താണ് ആ സ്ഥലത്ത് വരരുത്. ആ സമയത്ത് 5:30, 6, 7 മണിക്ക് അവിടെ വന്ന് എന്നെ 8 പേർ ഒറ്റയ്ക്ക് ഉപദ്രവിക്കാൻ ഓർക്കണം. ഇനിയും എൻ്റെ ജീവൻ അപകടത്തിലാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പോയിട്ട് ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു. FIR ഇടാനല്ല, ഒരു പരാതി, ജിജിയെ വിളിച്ചിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ട് വരരുതെന്ന് വാണിംഗ് കൊടുക്കാൻ. പക്ഷെ അത് കൊടുത്ത കലിപ്പിൽ ജിജി പെട്ടെന്ന് പോയി FIR ഇട്ട് അകത്താക്കുക എന്നുള്ള തീരുമാനം എടുത്തു. കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് എന്നെ ജയിലിലടച്ചാലും എന്നെ തൂക്കിക്കൊന്നാലും സത്യം അറിയാവുന്നതുകൊണ്ടും സത്യത്തിന് നിലനിൽക്കുന്നതുകൊണ്ടും മടിയിൽ കനവില്ലാത്തതുകൊണ്ടും ഞാനുള്ള കാര്യമൊക്കെ തുറന്നു. ഇനി ഇതിനെക്കുറിച്ച് കുറെ ഉപദേശങ്ങൾ വരും. ഇത്രയൊക്കെ ആണെങ്കിലും ക്രിസ്തീയ സഹനമായി ഏറ്റ് പുറത്ത് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ചിലർ പറയും. എനിക്കത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ലോകം മുഴുവനും ഞാനൊരു ക്രൂരനായി മാറിപ്പോയി എന്ന് ഇവരെല്ലാം എന്നോട് നോക്കി പറയാം. പുറത്തിറങ്ങുമ്പോൾ മാരി ഒരു ക്രൂരനായി, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. 2-3 കാര്യങ്ങളുണ്ട്. ഈ NGO തുടങ്ങിയെന്നറിഞ്ഞപ്പം ഓഫീസിൽ കയറി വന്ന് ഞങ്ങളെല്ലാം ഇരിക്കുന്നിടത്ത് വെച്ച് ഈ അജ്മലിനെ ജിജി ഒരുപാട് തല്ലിയായിരുന്നു. അജ്മൽ തല്ലിയായിരുന്നു, നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഇവരെല്ലാം കണ്ടതാണ്. ഈ അജുവിനെ പാവത്തെ ജിജി ഓഫീസിലിട്ട് തല്ലിയത്. മാഷ് കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിയെ പിടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ തെരുവിളിച്ചായിരുന്നു. ആ കൊടുത്തോ?
അല്ലെ? വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെല്ലാം കേട്ടതല്ലേ ആ തെറി ഓഫീസിലുള്ള മുഴുവൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും പുറത്തു പറയാം അനങ്ങാതെ കൈയും കെട്ടി കേട്ടിരിക്കുക. അപ്പൊ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ജിജിയെ, എൻ്റെ കുട്ടൂസിനെ എനിക്ക് തിരിച്ചു വേണം. എൻ്റെ മക്കളെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണം. ഒരിക്കലും അവളെ കൈവിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ പുള്ളി മദ്യം ഉപേക്ഷിച്ച്, ഈ അധികാരമോഹം ഉപേക്ഷിച്ച്, ആഡംബരപ്രിയം ഉപേക്ഷിച്ച്, ഈ സാമ്പത്തിക ആർത്തി ഒന്ന് ഉപേക്ഷിച്ച് ഒരു ഞാനൊക്കെ കൂടി നന്നായാൽ ഞങ്ങളുടെ പ്രശ്നമൊക്കെ തീരും. ഒരു സംശയം. ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ കുടുംബത്തിന് കൗൺസിലിംഗ് ആയി, കുടുംബത്തിന് മാതൃകയായി ഞങ്ങൾ ജീവിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഈ കാര്യങ്ങൾ ജിജി തിരുത്തിയേ പറ്റും. നിങ്ങളുടെ അഭിപ്രായം അല്ലേ? പുറത്ത് പറഞ്ഞു ആഗ്രഹം എല്ലാവരും ആഗ്രഹം. അപ്പം എൻ്റെ ആഗ്രഹം അതാണ്, നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ തൽക്കാലം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല, അതിലേക്ക് ആരും ഒന്നും ഒരു സഹായം ചെയ്യേണ്ടതില്ല. NGO ഫിലോക്കാലിയ ഫൗണ്ടേഷൻ SIBയുടെ അക്കൗണ്ട് ഓണാണ്, അത് അവൈലബിൾ ആണ്. അതിൽ ജിജിയുടെ കുടുംബക്കാർക്കോ അധികാരമില്ല. അതിൽ ₹1 നഷ്ടം വരില്ല. ഒരാൾക്കും എവിടെയും മോഷ്ടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ കുറേ വീടുകളുടെ പണി നടക്കുന്നുണ്ട്, അതൊന്ന് പൂർത്തിയാക്കി കൊടുക്കണം. അല്ലാതെ നിർത്താൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ നിർത്തിയാണ്. പക്ഷേ അത്രയും വീടുകളും അത്രയും രോഗികളുടെ മരുന്നുകളും കുറേ കടമകൾ, അതായത് കുറേ അനാഥ പിള്ളേർ, അപ്പനമ്മ ഇല്ലാത്ത പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിലെല്ലാം എനിക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ സഹായിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു വിധവയ്ക്ക് വീട് പണിയാൻ ഒരാൾ 1 ലക്ഷം തന്നു. കഴിയുമ്പോൾ ബാക്കി തരാമെന്ന് പറഞ്ഞു. അയാൾ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ 1 ലക്ഷം തിരിച്ചു തരണം, നിങ്ങൾ ക്രൂരന്മാരാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഞാൻ നാളെ തന്നെ കാശ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പണിയെല്ലാം വഴിയിൽ മുടങ്ങി പോകുമല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രാർത്ഥന, മാഷെ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഈശോയ്ക്ക് ഇത് ഇപ്പം നിർത്തണം എന്നാണെങ്കിൽ ലെറ്റ് ഐ വിൽ ബി ഡൺ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഈശോയ്ക്ക് തോന്നുകയാണ് മാരിയോ ബ്രദറിന്റെ സുവിശേഷ പ്രസംഗവും ചാരിറ്റിയും ഒന്നിച്ച് പോകണമെന്ന് തോന്നുകയാണോ? ജനത്തിന്റെ മനസ്സിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് PTAത്തിന് സഹായിക്കട്ടെ, നമ്മൾ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി പറയാം. നമുക്കിലെ മറുനാടൻ മലയാളി, ഞാൻ കേരളത്തിലുള്ള മാധ്യമങ്ങളിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാജൻ. എനിക്ക് ഒരു ജ്യേഷ്ഠനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ. അദ്ദേഹമാണ് കുറച്ചെങ്കിലും വിവരിച്ച് എന്തൊക്കെ ഇട്ടത്. പക്ഷെ അദ്ദേഹം ആ വീഡിയോയ്ക്കകത്ത് ജിജി പോയിട്ട് നിങ്ങൾ തീവ്രവാദികളെന്ന് ഇവരെ വിളിക്കുന്ന ഒരു വീഡിയോ, അത് ഭയങ്കര മോശമായിപ്പോയി. കാരണം ഒരാളെ അങ്ങനെ ചാപ്പുകുത്താൻ പറ്റും തീവ്രവാദി? ഏതർത്ഥത്തിലാണ് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നെ കുറിച്ച് ആ വീഡിയോ പറഞ്ഞ് മെന്റലി സ്റ്റേബിൾ അല്ലാന്നും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്ക്. അവളിപ്പോൾ എന്താ ചെയ്യുന്നത്? അവളുടെ തെറ്റ് മറക്കാൻ വേണ്ടി രഹസ്യം ഇവൻ പുറത്ത് പറയുമെന്ന് തോന്നിയാൽ ആദ്യം ഇവനെ അങ്ങ് ചെലവാരി തേച്ചാൽ ദാറ്റ്സ് ഓൾ. ഒരു മാനിപ്പുലേഷൻ ആണോ, ഇനി NPD ആണോ, എന്താ പറയുക, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, ഐ ഡോണ്ട് നോ. അങ്ങനെ 2 വാക്ക് അത് ആക്ച്വലി വളരെ മോശമാണ്. കാരണം ഇവരെന്തിനാ തീവ്രവാദികൾ എന്ന് വിളിച്ച് എന്തർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ എന്നെ മാനസിക സ്ഥിരതയില്ലാത്തതെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ബൈജുവിന് ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ബൈജു ഒരിക്കലും ഒരു ജിജി കള്ളു പിടിച്ച് വണ്ടി അടിച്ചിട്ട് സാധാരണ പറഞ്ഞത് അല്ല, അത് ഞാൻ പറയാം. അതായത് മാഡം മദ്യപിക്കുമെന്ന് പലർക്കും തെറ്റിദ്ധരിക്കപ്പെടും. മദ്യപിക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷെ സത്യം എൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ചോറിനായിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്, മാഡം വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഉടനെ ഞാൻ എൻ്റെ വണ്ടി ഇത്തിരി പഴയതായതുകൊണ്ട് ഓടിച്ച് സ്പീഡിലെത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കാറ് വിളിച്ച്, ആ കാറിൽ എൻ്റെ എൻ്റെ 3 കൂടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ 3 കൂടിയ കാറിൽ കയറി വന്നു. ഇവിടെ വരുമ്പോൾ വണ്ടി ഇടിച്ചിട്ട് മാഡം നിന്ന് പിറക്കുക. ഞാനങ്ങനെ വേഗം ചെന്നുകൊണ്ട് അവിടെ ഉള്ള നാട്ടുകാരോട് പറഞ്ഞു, ഞാൻ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞു. നല്ല നല്ല സ്മെല്ലുമായിരുന്നു. അതിനുശേഷം മാഡത്തിന് ഞാൻ വന്ന കാറിൽ കയറ്റി വിട്ടിട്ടാണ് ആ കാറ് അവൻ മതിലിടിച്ച് കളഞ്ഞ അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചത് എനിക്ക് തെറ്റുപറ്റി, ഞാൻ നന്നാക്കി തന്നതാന്ന് പറഞ്ഞ് അവരെ സമ്മതപ്രകാരം ലാസ്റ്റ് ഈ വണ്ടി ഷോറൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത്. അത് തെളിവാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കുടുംബം തിരിച്ചു വേണം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കണം. ഇനി ലാസ്റ്റ് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ്. എനിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെ ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഒരു കള്ളത്തരം ഭൂമിയിൽ നടക്കാതിരിക്കുന്ന ഒരു പരിധിവരെ നിങ്ങൾ എല്ലാത്തിൻ്റെയും പുറകെ നടക്കുന്നത് കൊണ്ടാണ്. ഒത്തിരി സന്തോഷം. നിങ്ങൾ തന്നെ ഇത് ചാനൽ വാർത്തകളാക്കി പുറത്തു വന്നുകൊണ്ട് എനിക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തിനപ്പുറത്ത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതൊരു വാസ്തവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ഇതിൻ്റെ മറുവശവും കൂടെ, അതായത് ദമ്പതികൾ തമ്മിൽ തല്ലി പരിക്ക്, സെറ്റാപ്പ് ബോക്സ് ഇടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് അറിയിക്കണം. നിങ്ങൾ അറിയിക്കണം. എന്നിട്ട് ഒരു അന്വേഷണം നടക്കണം. സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരുന്നത് വരെയും പാവപ്പെട്ടവരുടെ വേർപ്പ്, വിദേശ മലയാളികളുടെ പ്രത്യേകിച്ചും സ്വദേശ മലയാളികളുടെ വേർപ്പ് എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അതെല്ലാം തിരിച്ച് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ നിയമ പോരാട്ടം തുടരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കണം. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് അഡ്രസ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ എന്ന് പറയുന്നത് ഇത് തന്നെ ചർച്ചയായിട്ടോ ഹൈപ്പിൽ തന്നെ നിൽക്കത്തുള്ളൂ.
നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് നടന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത ഏറ്റവും വലിയ നല്ലത്. കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.